Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. എം വിജിൻ MLA അനുവദിച്ച ഹൈമാസ് ലൈറ്റ് ചുമട് താങ്ങിയിൽ സ്ഥാപിക്കാനുള്ള ചെറുതാഴം പഞ്ചായത്ത് തീരുമാനത്തിന് ഹൈക്കോടതി അംഗീകാരം. MP അനുവദിച്ച ലൈറ്റ് മണ്ടൂരിൽ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും കോടതി. സ്വന്തം കരുത്തിൽ വിശ്വസിക്കാതെ അജ്ഞാതമായ ഏതോ സങ്കല്പത്തിൽ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഇന്ത്യ പിന്നോക്കം പോയി തുടങ്ങിയെന്ന് ഗായത്രി വർഷ. കേരളം ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയാണെന്നും ഗായത്രി വർഷ. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഗവർണർക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. K. സുധാകരന്റേത് BJPയോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണമെന്നും P. ജയരാജൻ. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നിലമ്പണി അടിയന്തരം ക്ഷേത്രത്തിൽ നടന്നു. ചടങ്ങിൽ പങ്കെടുത്തത് നിരവധി ഭക്തജനങ്ങൾ. പെരുങ്കളിയാട്ടം നടക്കുന്നത് 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ. വിശദമായ വാർത്തകളിലേക്ക്. എം വിജിൻ MLA അനുവദിച്ച ഹൈമാസ് ലൈറ്റ് ചുമട് താങ്ങിയിൽ സ്ഥാപിക്കാനുള്ള ചെറുതാഴം പഞ്ചായത്ത് തീരുമാനത്തിന് ഹൈക്കോടതി അംഗീകാരം. MLA അനുവദിച്ച ലൈറ്റ് ചുമട് താങ്ങിയിൽ സ്ഥാപിക്കാനും അനുവദിച്ച ലൈറ്റ് മണ്ടൂരിൽ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിക്കാനും ഹൈക്കോടതി ഉത്തരവായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചുമടുതാങ്ങിയിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു. അതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും ചുമടുതാങ്ങിയിൽ ഹൈമാസ് ലൈറ്റ് അനുവദിച്ചു. ഇത് സംബന്ധിച്ച് പഞ്ചായത്തും MPയും തമ്മിൽ പരസ്പര തർക്കവും വിവാദങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. സംഭവത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ചുമടുതാങ്ങിയിൽ തന്നെ MP അനുവദിച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്നായിരുന്നു MPയുടെ ആവശ്യം. ഇക്കാര്യത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തീർപ്പ് കൽപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് നേരത്തെ എടുത്ത തീരുമാനപ്രകാരം എം വിജിൻ MLAയുടെ ലൈറ്റ് ചുമടുതാങ്ങിയിൽ സ്ഥാപിക്കാനും MPയുടെ ഹൈമാസ് ലൈറ്റ് മണ്ടൂരിൽ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിക്കാനും ഹൈക്കോടതി ഉത്തരവായി. നിയമപ്രകാരമാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഭരണഘടന അനുസൃതമായിട്ടാണ് തീരുമാനം നേരത്തെ കൈക്കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ റിട്ട് ഹർജി പരിഗണനയിലെടുക്കുകയും ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നത് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീർപ്പ് കൽപ്പിച്ചത് പ്രകാരം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം MLA വിജിൻ അനുവദിച്ച് തന്നിട്ടുള്ള ഹൈമാസ് ലൈറ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ ചുമട് താങ്ങിയിൽ സ്ഥാപിക്കാനും MPയുടെ ലൈറ്റ് മണ്ടൂരിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധ്യത പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഡ്വക്കേറ്റ് IV പ്രമോദാണ് ഹാജരായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്വന്തം കരുത്തിൽ വിശ്വസിക്കാതെ അജ്ഞാതമായ ഏതോ സങ്കല്പത്തിൽ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഇന്ത്യ എല്ലാ അർത്ഥത്തിലും പിന്നോക്കം പോയി തുടങ്ങിയെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും അഭിനേത്രിയുമായ ഗായത്രി വർഷ. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഗായത്രി വർഷ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഘട്ടം മുതൽ കേരളം എല്ലാ രംഗത്തും മാതൃകയാണ്. സാർവത്രിക വിദ്യാഭ്യാസം, ജീവിത രീതികൾ എന്നിവയിലെല്ലാം രാജ്യത്തിന് കേരളം മാതൃകയാണ്. ആ കേരളത്തോടാണ് ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ വെല്ലുവിളി, ഗായത്രി വർഷ പറഞ്ഞു. ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിൻ്റേത്. മാനവികത എന്നും ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനം. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന അധിക്ഷേപങ്ങളെല്ലാം വേഷം കെട്ടിയ സംഘപരിവാർ അനുകൂലികളുടേതാണെന്നും ഗായത്രി വർഷ പറഞ്ഞു. കേരളത്തിൽ ഒരിടത്തും ഒരു സ്നേഹമില്ലാത്ത മുഖം ഞാൻ കണ്ടില്ല. ആർദ്രതയോടെ അല്ലാതെ എന്നെ നോക്കിയ ഒരു കണ്ണുകളെയും ഞാൻ കണ്ടില്ല. എൻ്റെ സൈബർ ഇടങ്ങളിൽ ഇത്രയധികം തെറി വർഷം ചൊരിഞ്ഞിട്ടുള്ള അജ്ഞതയുടെയോ അന്ധകാരത്തിൻ്റെയോ കാരുണ്യമില്ലായ്മയുടെ ഒരു ശബ്ദവും ഞാൻ നേർക്കുനേരെ കേട്ടില്ല. കാരണം ഇത് കേരളമാണ്.
വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആവർത്തിച്ച് ഓരോ വേദിയിലും ഞാൻ പറയുന്ന കാര്യം ഇതാണ്. വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പറയുമ്പം ഇന്ന് വേഷം കെട്ടുകൊണ്ട് ഒരാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാറിന്റെ വെറും പടയാളികളെ മാത്രമാണ് കേരളത്തിൽ കാണുന്നതെങ്കിലും ആ ഒരൊറ്റ വെറും പടയാളി പോലും ഒരു സ്ത്രീയുടെ നേരെ ആക്രോശവുമായി വരാനുള്ള അധമമായ മാനവികത എന്ന് ചേർക്കാത്ത അധമമായ മനുഷ്യത്വമുള്ള ഒരാൾ പോലും കേരളത്തിലില്ല. അനുഭവം കൊണ്ടറിയുന്നതാണത്. പയ്യന്നൂർ ഷെണൈ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ എം രാജേഷ് അധ്യക്ഷനായി. ടി.എം. കൃഷ്ണയുടെ വിമത സ്വരങ്ങൾ എന്ന പുസ്തകം CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് ഗായത്രി വർഷയ്ക്ക് സമ്മാനിച്ചു. KV പ്രശാന്ത് കുമാർ, P. ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഗവർണർക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. KSTA സംഘടിപ്പിക്കുന്ന 1000 വിദ്യാഭ്യാസ സദസ്സുകളുടെ മാടായി സബ് ജില്ലാതല ഉദ്ഘാടനം പിലാത്തറയിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു P. ജയരാജൻ. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത്. ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും P. ജയരാജൻ പറഞ്ഞു. ഗവർണർ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് കരിങ്കൊടി പ്രകടനം നടത്തുമ്പോൾ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളുമായിട്ട് യുദ്ധത്തിന് പോവുകയാണല്ലോ ഈ ചാൻസലർ ചെയ്യുന്നത്. എന്തൊക്കെ വീരവാദങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗവർണർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നോമിനിയാണ്, രാഷ്ട്രപതിയുടെ നോമിനിയാണ് നിങ്ങൾ. ഇവിടെ കേരളത്തിലെ ജനാധിപത്യപരമായിട്ടുള്ളൊരു സംവിധാനം നിലനിൽക്കെ ആ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുമെന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോകുന്നത്. വൈസ് ചാൻസലർമാരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പലയിടത്തും യൂണിവേഴ്സിറ്റികളിൽ രാജ്യത്തുടനീളം കാവ്യവൽക്കരണം നടത്തുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും ബാധകമല്ല. അവർ ഗവർണർ പച്ചയായിട്ട് ന്യായീകരിക്കുകയാണ്. ഈ തെറ്റായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള നിലപാടുകളെ പരസ്യമായിട്ട് ന്യായീകരിക്കുന്നു KPCC പ്രസിഡന്റും UDF കൺവീനറും അടക്കം. K. സുധാകരന്റെ പ്രസ്താവന ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന 1000 വിദ്യാഭ്യാസ സദസ്സുകളുടെ മാടായി സബ് ജില്ലാതല ഉദ്ഘാടനം പിലാത്തറയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു P. ജയരാജൻ. ചടങ്ങിൽ K. പത്മനാഭൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് K. പ്രകാശൻ വിഷയാവതരണം നടത്തി. A. മാധവൻ, AV രവീന്ദ്രൻ, K. മനോജ് കുമാർ, MV രവി, KC തമ്പാൻ മാസ്റ്റർ, TV ഗണേശൻ, CV സുരേഷ് ബാബു, K. അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നിലംപണി അടിയന്തരം നടന്നു. അരങ്ങിൽ അടിയന്തരത്തിൽ തമ്പുരാട്ടിയുടെ നർത്തകർ ക്ഷേത്ര കൈലാസക്കല്ലിന് സമീപം നിലം കിളച്ചുകൊണ്ട് നിലംപണി തുടങ്ങി. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നിലംപണി അടിയന്തരം നടന്നു. തമ്പുരാട്ടിയുടെ നർത്തകർ ക്ഷേത്ര കൈലാസക്കല്ലിന് സമീപം നിലം കിളച്ചുകൊണ്ട് നിലംപണി ആരംഭിച്ചു. തുടർന്ന് ഉപദേവതമാരുടെ നർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത് തുമ്പോട്ടി കൊണ്ട് തല്ലി ചാണകം തേച്ച് ശുദ്ധി വരുത്തി. കരിവെള്ളൂർ, തൃക്കരിപ്പൂർ തുടങ്ങിയ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും നർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെത്തിയവർക്ക് അന്നദാനവും നടന്നു. നിലംപണിയോടെ പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായി. തുടർന്നുള്ള 1.5 മാസക്കാലം ബാല്യക്കാരും സ്ത്രീകളും നിലംപണിയിൽ പങ്കാളികളാകും. കന്നിക്കലവറ, കലവറകൾ, ഭക്ഷണപ്പുര, നാലിലപ്പന്തൽ തുടങ്ങിയവയുടെ നിർമ്മാണവും നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ വരച്ചുവെക്കൽ ചടങ്ങ് 2024 ഫെബ്രുവരി 2 നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിളയാങ്കോട് സ്വദേശിയായ EV രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കവിയും പ്രശസ്ത നിരൂപകനുമായ EV രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. മലയാള നോവലിന്റെ സഞ്ചാരപഥവും ഉൽപ്പത്തി വികാസവും അടയാളപ്പെടുത്തുന്നതാണ് കൃതി. 24 ഭാഷയിൽ നിന്ന് 23 കൃതികൾ പരിഗണിച്ചിരുന്നു.
ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള EV രാമകൃഷ്ണൻ കവി, നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അടുത്ത വർഷം മാർച്ച് 12-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. അക്ഷരവും ആധുനികതയും എന്ന EV രാമകൃഷ്ണന്റെ പുസ്തകം 1995-ൽ നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിരുന്നു. 2018-ലെ ഓടക്കുഴൽ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. വാക്കിലെ സമൂഹം, ദേശീയതകളും സാഹിത്യവും, അനുഭവങ്ങളെ ആർക്കാണ് പേടി, മാധവിക്കുട്ടി, പഠനങ്ങളും രചനകളും തുടങ്ങിയവയാണ് കൃതികൾ. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പുതുതായി 270 തസ്തികകൾ സൃഷ്ടിച്ച LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ NGO ആൻഡ് KGOയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കേരള NGO യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം VP രജനീഷ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പുതുതായി 270 തസ്തികകൾ സൃഷ്ടിച്ച LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ NGO ആൻഡ് KGOയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 31 ഡോക്ടർമാരുടെ തസ്തിക കൂടി അനുവദിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. 2 പ്രൊഫസർമാരുടെയും 9 അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും 9 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും 11 സീനിയർ റെസിഡന്റുമാരുടെയും തസ്തികയാണ് പുതുതായി സൃഷ്ടിച്ചത്. ഗ്യാസ്ട്രോ സർജറിയിലും മെഡിസിനിലും ഓരോ അസോസിയേറ്റ് പ്രൊഫസർമാരെ വീതം നിയമിച്ചു. തസ്തികകൾ സൃഷ്ടിച്ച LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ NGO ആൻഡ് KGOയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കേരള NGO യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം VP രജനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം തുടങ്ങുന്നതിന് വേണ്ടി 270ഓളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 31 പുതിയ തസ്തികകളാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിക്കൊണ്ട് കേരളത്തിലെ സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുന്ന ബദൽ നയങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. NGO യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജിത്ത്, KGOA പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സോമനാഥൻ, KGOA യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷഹീൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വ്യാപന പദ്ധതിക്ക് പിന്നാലെ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആയിരക്കണക്കിന് പേരത്തൈകൾ നട്ടുവളർത്തുന്നു. പേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള പേരത്തൈകളുടെ നടീൽ പ്രവൃത്തി ഉദ്ഘാടനം പിലിക്കോട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. നൈറ്റ് സീറോ കാർബൺ ലക്ഷ്യമിട്ടുകൂടിയാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ പേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4-ാം വാർഡിൽപ്പെടുന്ന ആനിക്കാടിയിൽ 10,000-ഓളം പേരത്തൈകളുടെ നഴ്സറി ഇതിനകം നടീലിനായി ഒരുക്കി. പൊതുസ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾക്കു പുറമെ പൊതു ഇടങ്ങളിലും പരമാവധി പേരത്തൈകൾ നട്ടുപിടിപ്പിച്ച് പച്ചത്തുരുത്ത് ഉണ്ടാക്കുക എന്നതിനാണ് മുൻഗണന. പേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള 10,000 പേരത്തൈകളുടെ നടീൽ പ്രവൃത്തി ഉദ്ഘാടനം പിലിക്കോട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. ജനുവരിയിലേക്ക് പോകുന്നുള്ളതാണ് സംശയം. എന്തുറപ്പിലാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മരങ്ങളാണെങ്കിൽ പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തേക്ക് കൂടുതൽ അതിജീവിക്കാൻ പറ്റും. അപ്പോൾ ചെറുതെങ്കിലും വലിയൊരു കാൽവെപ്പാണ്. നമ്മുടെ പുരയിടങ്ങളിലൊക്കെ തെങ്ങുണ്ട്. വെരി ഗുഡ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി KN സുശീല, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ K അശ്വിനി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ മുൻപ് നടപ്പിലാക്കിയ നാട്ടുമാവ് പദ്ധതിയിലൂടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2000-ഓളം മാവിൻ തൈകൾ ഈ വർഷം കൃഷിഭവൻ മുഖേന വീടുകൾക്ക് നൽകിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കൊച്ചിൻ ഷിപ്പ്യാർഡ് 50-ാം വർഷ ആഘോഷ സ്മരണിക ടെറാമാരിസ് വെങ്കല പൈതൃക ഗ്രാമത്തിൽ പൂർത്തിയാകുന്നു. 32 അടി ഉയരവും 8 ടൺ ഭാരമുള്ളതാണ് ടെറാമാരിസ് ശില്പം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 50-ാം വർഷ ആഘോഷ സ്മരണിക ടെറാമാരിസ് എന്ന പേര് നൽകിയിരിക്കുന്ന ലോഹശില്പം നിർമ്മിക്കുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് കുഞ്ഞിമംഗലത്തിലെ വെങ്കല പൈതൃക ഗ്രാമത്തിന്. ഏകദേശം 32 അടി ഉയരവും 8 ടണ്ണോളം ഭാരവുമുള്ള ഈ ശില്പം നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് ഇവിടെയുള്ള കലാകാരന്മാർ. 1.5 അടി മാത്രം വ്യാസമുള്ള ചെറിയൊരു ഗോളത്തിനു മുകളിൽ ഇത്രയും വലിയൊരു ശില്പം നിർത്തുക എന്ന ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കലിതുള്ളി വരുന്ന ഒരു കടലിനെ നങ്കൂരമിട്ട്
നിർത്തുവാനുള്ള, കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നിർത്തുവാനുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ആ ഒരു സാങ്കേതിക മികവ് കൂടി പങ്കുവയ്ക്കുന്നതായി മാറും ഈ ഒരു ശില്പം. ഗ്രീക്ക് വേർഡാണ് ഇത്. ടെറാ മാരിസ് എന്നാണ് ഈ ശില്പത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഗ്രീക്ക് വേർഡാണത്. ഭൂമിയും കടലും എന്നാണ് അതിനർത്ഥം. ടെറാ മാരിസിന്റെ വിശേഷങ്ങളിലേക്ക്. ഇത് നമ്മൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു പ്രൊജക്റ്റ് ഒരു കഴിഞ്ഞ മൂന്നര മാസത്തിന് മുമ്പ് കിട്ടിയതായിരുന്നു. വളരെ വലിയൊരു പ്രൊജക്റ്റാണ്, വളരെ അഭിമാനപരമായ പ്രൊജക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളെ വെങ്കല പൈതൃക ഗ്രാമത്തിന് ഏറ്റവും ഏറെ അഭിമാനിക്കാൻ വകയുള്ള ഒരു പ്രൊജക്റ്റാണ് അവർ നമുക്ക് തന്നത്. ഏകദേശം ഒരു 4 മാസം അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റീൽ ഫ്രെയിം വർക്ക് മുഴുവൻ തീർത്തത്. അതും നമ്മൾ വെറും ഹാൻഡി ആയിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യം ചെയ്തത്. ഒന്നും ഒരു മോഡേൺ മെക്കാനിസം ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നു. അപ്പം ഇതുവരെ ചെയ്തെടുക്കാൻ പറ്റിയത് നമുക്ക് വളരെ അഭിമാനമുണ്ട്. അതിന് ശേഷമുള്ള എൻ്റെ വർക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത വീട്ടിൽ എൻ്റെ അനുജനാണ് ചെയ്യുന്നത്. അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമംഗലം വെങ്കല ഗ്രാമത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരു വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ 50ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ടെറാ മാരിസ് എന്ന വളരെ ഏതാണ്ട് കൂറ്റൻ ശില്പം നമ്മുടെ ലോകത്തിലാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ ശില്പം പൂർത്തിയാകാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർക്ക്.
ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള ബ്ലോക്ക് തല അദാലത്ത് മാടായി BRCയിൽ നടന്നു. നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും പുതിയ കാർഡ് നിർമ്മിക്കുന്നതിന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കണ്ണപുരം, ചെറുകുന്ന്, മാട്ടൂൽ, മാടായി, ഏഴോം, ചെറുതാഴം, കുഞ്ഞിമംഗലം, കടന്നപ്പള്ളി പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കായാണ് ക്യാമ്പ് നടത്തിയത്. കെ അനീഷ്, മാടായി BRCയിലെ വിനോദ് കുമാർ, പ്രജിത് കുമാർ, സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ വനിതകൾക്കായി നടക്കാവ് നെരൂദ തിയേറ്ററിൽ തുണിസഞ്ചി നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ഫോക്ലാൻഡ് നടത്തുന്ന ശില്പശാല വാർഡ് മെമ്പർ PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം പരിസ്ഥിതി സൗഹൃദ തൊഴിൽ മേഖലയിലേക്ക് കൂടി ചുവടുവെച്ചിരിക്കുകയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ 20ഓളം വനിതകൾ. സ്വന്തമായി വരുമാനത്തിനപ്പുറം ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയായ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വ്യാപിപ്പിക്കാനും തുണിസഞ്ചികളെ പ്രോത്സാഹിപ്പിക്കുവാനും അതിലൂടെ തൊഴിൽ സംരംഭങ്ങൾ വളർത്താനുമാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിടുന്നത്. വനിതകൾക്കായി ഫാൻസി ബാഗും അതുപോലെ തന്നെ തുണിസഞ്ചിയും നിർമ്മിക്കുന്ന പരിശീലനമാണ് 2 ദിവസമായി ഇവിടെ നടക്കാവ് നെരൂദയിൽ വെച്ച് നടന്നത്. ഇതിനുശേഷം സ്വയം തൊഴിൽ കണ്ടെത്താനാവശ്യമായിട്ടുള്ളൊരു പരിശീലനം എന്ന നിലയിൽ അത് അവരുടെ ജീവിതത്തിന് കൂടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ തുടർ പരിപാടി എന്തായാലും സംഘടിപ്പിക്കും. ഫോക്ലാൻഡ് നടത്തുന്ന ശില്പശാല വാർഡ് മെമ്പർ PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ, EV ചിത്ര, നീനു സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ കരകൗശല വിദഗ്ധ സീന മനോജാണ് ദ്വിദിന ശില്പശാല നയിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വീടിന്റെ ടെറസിന് മുകളിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിജയഗാഥ തീർത്തിരിക്കുകയാണ് ഏഴിലോട് കാരാട്ടെ താഴത്തു വീട്ടിൽ പുരുഷോത്തമൻ. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ ശേഷമാണ് പുരുഷോത്തമൻ വീടിന്റെ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെയും കൃഷി ചെയ്ത നൂറുമേനി വിളവ് ലഭിക്കുമെന്ന് തെളിയിക്കുകയാണ് ഏഴിലോട് കാരാട്ടെ താഴത്തു വീട്ടിൽ പുരുഷോത്തമൻ. വീടിന്റെ ടെറസിനു മുകളിൽ വിവിധങ്ങളായ പച്ചക്കറി കൃഷിയാണ് പുരുഷോത്തമനും ഭാര്യ സുരജിയും ചേർന്ന് ഒരുക്കുന്നത്. 2000-ൽ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ ശേഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. നാട്ടിൽ 2 പേർക്കും വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷവും രാവിലെയുമാണ് കൃഷി പരിപാലിക്കുന്നത്. കടകളിൽ നിന്നും രാസവളങ്ങളിട്ട പച്ചക്കറികൾ വാങ്ങാതെ ജൈവ രീതിയിൽ ഒരുക്കിയ പച്ചക്കറികളാണ് ഇവർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. വിളവുകൾ അധികമായി വരുമ്പോൾ കടകളിലേക്ക് വിൽപ്പനയ്ക്കായി നൽകാറുണ്ടെന്ന് പുരുഷോത്തമൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ കൃഷി ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ആണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയിരുന്നത്. ഒരു കിൻഡലിലധികം തക്കാളി ഇവിടുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. നാട്ടിലത്തെ ചെറുകിട കച്ചവടക്കാർക്കാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ചില സാഹചര്യങ്ങൾ കാരണം കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആവുകയത്. പിന്നെ രാവിലെ ഞങ്ങൾ വെള്ളമൊഴിക്കും. താഴെ നിന്ന് മണ്ണൊക്കെ കൊണ്ടുവന്ന് കയറ്റി വെച്ച് മണ്ണും ചകിരിച്ചോറും പിന്നെ വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുമ്പോൾ മാനസികമായ ഉല്ലാസം കൂടിയാണ് ഇവർ കണ്ടെത്തുന്നത്. തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, വഴുതിന, കാബേജ്, കൊത്തമര, ബീൻസ്, പയർ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ചെറുതാഴം കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയും പ്രോത്സാഹനവും ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നും പുരുഷോത്തമൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സംഘാടക സമിതി ഓഫീസിന്റെ ഘടന കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് പയ്യന്നൂർ കാങ്കോൽ കുണ്ടയംകോവിലെ ഒരു നാടകോത്സവം. റോഡരികിൽ ഒരുക്കി നിർത്തിയ ഒരു നാടക സ്റ്റേജാണ് നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ്. പാട്ടപാക്കിയും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും മുടിയനായ പുത്രനും തുടങ്ങി ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് നാടകങ്ങൾക്കുണ്ടായിരുന്നതെന്ന് ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും അറിയാം. മലയാളിയുടെ ഗൃഹാതുര മനസ്സുകളിൽ ഒരുപാട് നാടകവേദികളുണ്ട്. ഉയർന്നു പൊങ്ങുന്ന ഒരുപാട് ചുവന്ന കർട്ടനുകളുമുണ്ട്. ഉത്സവപ്പറമ്പുകൾ, ഗാനമേളയും DJയുമെല്ലാം കീഴടക്കിയ പുതിയ കാലത്ത് നാടകവേദികളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടിലെ സാംസ്കാരിക സംഘടനകൾ. കാങ്കോലിനും മാത്തലിനുമിടയിൽ യാത്ര ചെയ്യുമ്പോൾ കുണ്ടയംകോവലിൽ ഒരു നാടക സ്റ്റേജ് കാണാം. ചുവന്ന കർട്ടനും മുൻപിൽ മധ്യഭാഗത്തായി തൂങ്ങി നിൽക്കുന്ന മൈക്കും മുകളിൽ കോളാമ്പി ഉച്ചഭാഷിണികളും. കുണ്ടയംകോവൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന
9ാമത് ഭരത് മുരളി നാടകോത്സവത്തിൻ്റെതാണ് വ്യത്യസ്തമായ ഈ സംഘാടക സമിതി ഓഫീസ്. ഡിസംബർ 25 മുതൽ 29 വരെ നടക്കുന്ന നാടകോത്സവത്തെ നാടിൻ്റെ ആകെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ഈ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അത് ഭരത് മുരളി നാടകോത്സവത്തിൻ്റെ പ്രചരണാർത്ഥമാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഡിസംബർ 25 മുതൽ 29 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. ഇത് 9ാമത് ഭരത് മുരളി നാടകോത്സവമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ആ ഗ്രൂപ്പിൽ നിന്ന് വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വയോജനങ്ങൾക്ക് കട്ടിൽ എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ പദ്ധതി രൂപീകരിക്കുമ്പോൾ വയോജനങ്ങൾക്ക് 5% സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം രൂപ ചിലവഴിച്ച് 57 കട്ടിലുകളാണ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് ജനകീയ സംഘാടക സമിതിയുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന തൃക്കരിപ്പൂർ മഹോത്സവത്തിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഡിസംബർ 22 മുതൽ ജനുവരി 7 വരെയാണ് തൃക്കരിപ്പൂർ മഹോത്സവം നടക്കുന്നത്. ബീരിച്ചേരിയിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയിൽ കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മസേന, ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, മുത്തുക്കൂട എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര തങ്കേ മുക്കുചുറ്റി ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു. തൃക്കരിപ്പൂരിന്റെ വികസനത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഏറെ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് തൃക്കരിപ്പൂർ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഡിസംബർ 22 വൈകിട്ട് 4:30 രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയാകും. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ എന്നിവർ സംബന്ധിക്കും. എല്ലാ ദിവസങ്ങളിലും സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ തെക്കുംപാട് കൂലോം താഴേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് കെട്ടിയാടി. ആയിരങ്ങളാണ് ദേവക്കൂത്ത് കാണാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. സ്ത്രീ തെയ്യക്കോലങ്ങൾ സ്ത്രീകൾ തന്നെ കെട്ടിയാടുന്നതാണ് ദേവക്കൂത്ത്. കേരളത്തിൽ മാട്ടൂർ തെക്കുംപാട് കൂലോം താഴേക്കാവ് ക്ഷേത്രമാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്ന ഏക സ്ഥലം. ഇന്ന് രാവിലെ നടന്ന ദേവക്കൂത്ത് കാണാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മാടായിയിലെ അമ്പുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയത്. 2012 മുതലാണ് അമ്പുജാക്ഷി ദേവക്കൂത്ത് കെട്ടിയാടാൻ തുടങ്ങിയത്. നാരദവേഷം കെട്ടിയത് ബന്ധുവായ KP അമൽ സുരേഷാണ്. 5ാം തവണയാണ് അമൽ നാരദവേഷം കെട്ടുന്നത്. സരസ്വതിയും ശ്രീകൃഷ്ണൻ തിരുവടിയും വാഴ്ക വാഴ്ക എന്നുള്ളോ രാസകൂർന്ന് ഞാനും കനകകിരീടത്തിനും കുന്തലാരാജശോഭയ്ക്കും അഴകുവേലിക്കും തിരുവാഭരണത്തിനും കുടയ്ക്കും അരതുടമുട്ടുമുഴങ്ങാൻ കുറവടിയുള്ളങ്കാക്കും. ദേവലോകത്ത് നിന്ന് പൂപറിക്കാൻ വന്ന ദേവസ്ത്രീകളിൽ ഒരാൾ കാട്ടിൽ ഒറ്റപ്പെട്ടുപോയി. ഈ ദേവതയെ പിന്നീട് നാരദ മഹർഷി ദേവലോകത്ത് തിരിച്ചെത്തിക്കുന്നതാണ് ദേവക്കൂത്തിന്റെ ഐതിഹ്യം. 41 ദിവസത്തെ വ്രതശുദ്ധിയോടെയാണ് ദേവക്കൂത്ത് കെട്ടിയാടിയത്. കളിയാട്ടത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പഴയങ്ങാടി ചെങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആണ്ടിയൂട്ട് പൂജാ മഹോത്സവം ഡിസംബർ 16 മുതൽ 24 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എം വിജിൻ MLA അനുവദിച്ച ഹൈമാസ് ലൈറ്റ് ചുമട് താങ്ങി സ്ഥാപിക്കാനുള്ള ചെറുതാഴം പഞ്ചായത്ത് തീരുമാനത്തിന് ഹൈക്കോടതി അംഗീകാരം. MP അനുവദിച്ച ലൈറ്റ് മണ്ടൂരിൽ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും കോടതി. സ്വന്തം കരുത്തിൽ വിശ്വസിക്കാതെ അജ്ഞാതമായ ഏതോ സങ്കല്പത്തിൽ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഇന്ത്യ പിന്നോക്കം പോയി തുടങ്ങിയെന്ന് ഗായത്രി വർഷ. കേരളം ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയാണെന്നും ഗായത്രി വർഷ. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഗവർണർക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. K. സുധാകരന്റേത് BJPയോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണമെന്നും P. ജയരാജൻ. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നിലമ്പണി അടിയന്തരം ക്ഷേത്രത്തിൽ നടന്നു. ചടങ്ങിൽ പങ്കെടുത്തത് നിരവധി ഭക്തജനങ്ങൾ. പെരുങ്കളിയാട്ടം നടക്കുന്നത് 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.